നമസ്കാരം. നമുക്കറിയാം വിസ എത്രമാത്രം പ്രധാനപ്പെട്ട ഒന്നാണെന്ന്. പ്രവാസികൾക്ക് വിസയില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. വിവിധ തരം വിസകളുണ്ട്. വിസിറ്റിംഗ് വിസ, ട്രാൻസിറ്റ് വിസ, വർക്ക് വിസ എന്നിവയുൾപ്പെടെ വിവിധ തരം. ഇവയിലൊക്കെ വരുന്ന മാറ്റം പ്രവാസികളെ പലപ്പോഴും ബാധിക്കാറുമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി മലയാളികൾ വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ സന്ദർശക വിസ എടുത്ത് യുഎഇയിലേക്ക് പോകാറുണ്ട്. എന്നിട്ട് അവിടെ ജോലി ചെയ്യും. നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വൻ പണിയാണെന്ന് ഓർത്തോളൂ. സന്ദർശക വിസയിൽ ജോലി ചെയ്യുന്നവർക്ക് വൻ പിഴയും നാടുകടത്തലുമായിരിക്കും അവരെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കൃത്യമായ അനുമതിയില്ലാതെ തൊഴിലാളികളെ ജോലിക്ക് എടുക്കുന്നതോ അവർക്ക് ജോലി ഉറപ്പാക്കാതെ അവരെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതോ ആയ കമ്പനികൾക്ക് 1 ലക്ഷം ദിർഹം മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുന്നതിനായി യുഎഇ തൊഴിൽ നിയമം ഭേദഗതി ചെയ്തിരുന്നു. പലപ്പോഴും സന്ദർശക വിസക്കാരെ കൊണ്ട് തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യിപ്പിച്ച് വിസ കാലാവധി കഴിഞ്ഞാൽ അവർക്ക് മടക്ക ടിക്കറ്റ് പോലും നൽകാതെ പറഞ്ഞയക്കുന്ന കമ്പനികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ജോലി ചെയ്തവരിൽ പലരും എന്ത് ചെയ്യണമെന്നറിയാതെ കുടുങ്ങിപ്പോകുന്നുണ്ട്. ആവശ്യം കഴിഞ്ഞ് കമ്പനികൾ കൈ കഴുകി കളയുകയും നിരക്ഷരായ തൊഴിലാളികളിൽ പലർക്കും നാട്ടിലേക്ക് മടങ്ങാൻ ടിക്കറ്റ് പോലും വാങ്ങാതെ പണമില്ലാതെ പ്രതിസന്ധിയിലാവുന്ന അവസ്ഥയുമൊക്കെയുണ്ട്. ഇവരെ പിടികൂടിയാലും കർശന നിയമം അനുസരിച്ചുള്ള ശിക്ഷയ്ക്ക് വിധേയരാക്കും. ടൂറിസ്റ്റ് വിസയിൽ യുഎഇയിലേക്ക് വരുന്ന ആളുകൾക്ക് സ്ഥിരീകരിച്ച വിമാന ടിക്കറ്റുകൾ, ഹോട്ടൽ റിസർവേഷനുകൾ, പണമായോ ബാങ്ക് അക്കൗണ്ടുകളിലോ ഒരു നിശ്ചിത തുക എന്നിവ ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിയമങ്ങൾ അടുത്തിടെ യുഎഇ കൊണ്ടുവന്നിരുന്നു. 2024 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ നീണ്ടുനിന്ന പൊതുമാപ്പ് പരിപാടിയിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ വിസ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുമാപ്പിലൂടെ നിയമലംഘകർക്ക് വിലക്ക് കൂടാതെ രാജ്യം വിടാനോ പുതിയ തൊഴിൽ കരാർ നേടാനോ നിയമപരമായി യുഎഇയിൽ തുടരാനോ ഒക്കെ അനുവാദമുണ്ടായിരുന്നു. പൊതുമാപ്പിലൂടെ ഇന്ത്യക്കാരടക്കം ഒട്ടേറെ പ്രവാസികൾ നേരത്തെ തന്നെ നാട്ടിലേക്ക് തിരിച്ചുപോയിരുന്നു. 2024 യുഎഇ പൊതുമാപ്പ് കാലയളവിൽ ഔട്ട് പാസ് ലഭിച്ച് രാജ്യം വിട്ടവർക്ക് ഏത് വിസയിലും യുഎഇയിലേക്ക് തിരിച്ചെത്താൻ യാതൊരു തടസ്സവും ഇല്ലെന്ന് അധികൃതർ അറിയിച്ചു. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയ സ്വദേശത്തേക്ക് മടങ്ങിയ വിദേശികൾക്ക് വിസിറ്റ് വിസ, എംപ്ലോയ്മെന്റ് വിസ തുടങ്ങിയ വിവിധ തരത്തിലുള്ള വിസകളിൽ രാജ്യത്തേക്ക് മടങ്ങി വരാനാകും. മുൻ പൊതുമാപ്പുകളിലെ പോലെ ആജീവനാന്ത വിലക്കൊന്നും ഇത്തവണ ഇല്ലായിരുന്നു. പദ്ധതി അവസാനിച്ചതിനെ തുടർന്ന് വ്യാപക പരിശോധന നടത്തുമെന്ന് അധികൃതർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതനുസരിച്ച് ജനുവരിയിൽ നടത്തിയ പരിശോധനാ ക്യാമ്പയിനുകളിൽ 6000-ലേറെ നിയമലംഘകരെ അറസ്റ്റ് ചെയ്തു എന്നാണ് വിവരം. സന്ദർശക വിസ കാലാവധി കഴിഞ്ഞുള്ള താമസക്കാരുടെ എണ്ണം പകുതിയിലേറെ കുറയ്ക്കുന്നതിൽ ഈ നടപടികൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ജനുവരി മുതൽ സന്ദർശക വിസ കാലാവധി കഴിഞ്ഞുള്ള താമസക്കാരുടെ എണ്ണം 10% താഴെ കുറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. വിസിറ്റിംഗ് വിസ എടുത്ത് യുഎഇയിൽ വന്ന് ജോലി ചെയ്യാമെന്ന് ആരും ഇനി വിചാരിക്കേണ്ട. വിസിറ്റിംഗ് വിസ എടുത്ത് തരികിട കാണിക്കാൻ നിന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വൻ പിഴയും നാടുകടത്തലുമൊക്കെ ആയിരിക്കും. ന്യൂസ് ഡെസ്ക് ഇതാണ് മലയാളം.